ഇത് നമ്മുടെ പൊരുന്തിപ്പെണ്ണാണിത്. നമ്മുടെ കോഴിമുട്ട 25. അപ്പോൾ പിലിച്ചേച്ചിയുടെ ആടിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചിനി വീട്ടിലേക്ക് പോകണ്ട. വീട്ടിൽ പോയിട്ട് കോഴിയുടെ മുട്ട എടുക്കണം. 2-3 ദിവസമായിട്ട് മുട്ടയൊന്നും പറക്കിയിട്ടില്ല. പറക്കാവിടെ വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് എടുത്ത് കടയിൽ കൊണ്ട് കൊടുക്കാനുണ്ട്. കുറച്ച് പരിപാടികളുണ്ട്. അവർക്ക് തീറ്റ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ കണ്ടോ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞു. വൈക്കോലൊക്കെ ചുറ്റി ഇങ്ങനെ മെഷീനിൽ ചുറ്റി വെച്ചേക്കാണ്. ആൾക്കാർ പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടി തുടങ്ങി. വലിയ പാടമുണ്ട് ഞങ്ങളുടെ അവിടെ. ചെറാപ്പാടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിയുണ്ട്. അങ്ങോട്ട് ഇട്ടത്തേക്കുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ കൂടെയൊക്കെ പോകുന്ന പാടത്തിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി. നമ്മുടെ ടാങ്കിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടപ്പോൾ ചെളിമായോ. അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട്. കാരണം ഇവർ ഈ വെള്ളത്തിൽ തന്നെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാണല്ലോ. അതിന് ഞാൻ വലിയത് പണിയാണ്ടിരുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഈ വെള്ളം എന്താ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ആ പാത്രത്തിൽ കോരി പുറത്തേക്ക് വെച്ചാൽ വെള്ളം പോയിക്കോളും. എന്നിട്ട് പുതിയ വെള്ളം നിറയ്ക്കാം. വലിയ ടാങ്കൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഫില്ല് ചെയ്ത് തുറന്ന് കളയാനുള്ള സിസ്റ്റം ഇവിടെയൊക്കെ നിരപ്പ് ഭൂമിയാണ്. പൈപ്പൊക്കെ അടിയിൽ കൂടിയിട്ട് അതൊക്കെ ഭയങ്കര പണിയല്ലേ. ഇവര് പൊരുന്തി തുടങ്ങിയിട്ടുണ്ടെങ്കിലേ പൊരുന്തി തുടങ്ങിയാൽ ഞാനിവരെ ഒഴിവാക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പൊരുന്തന വരെയാണ് ഈ കോഴികളൊക്കെ ഇവിടെ കാണാം. ഇവള് ചെറുതായിട്ട് പൊരുന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊരുന്തി തന്നെയല്ലേ? ഹലോ. ഇവള് പൊരുന്തിയായിട്ടുണ്ട്. ഇത് നമ്മുടെ പൊരുന്തിപ്പെണ്ണാണിത്. ഹലോ. ഇവളുടെ കാലുമേ ഞാൻ റിങ് അടിച്ചിടും. പൊരുന്തി ആൾക്കാരുടെ കാലുമൊക്കെ റിങ് അടിക്കും. നമുക്ക് അറിയണല്ലോ ആരൊക്കെ പൊരുന്തിന്ന്. ആള് ഇട്ട് വെച്ചാൽ മുട്ട കയറി അടയിരിക്കാനുള്ള പരിപാടിയാണ്. മാറ് ഇത് നിനക്ക് അടയിരിക്കാനുള്ളതല്ല. സോറി. ഈ മുട്ടകളൊക്കെ ഇനി പറക്കണം. ബാക്കി മുട്ടയൊക്കെ ഇവിടെ ബക്കറ്റിലെ എടുത്ത് പറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ മുട്ടയുടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ. പൊരുന്തിരിക്കുന്നതാണ് മുട്ടയുടെ ഇരിക്കുന്നത്. അമ്മേ മുട്ടയുടെ ആയിരുന്നായിരുന്നു ഓടിപ്പോയി. പോ. ഭയങ്കര ഒരു ഫീലുണ്ടാ ഇവരെ വളർത്താൻ പറയുന്നത്. ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളൊരു ബിസിനസ്സൊക്കെ ആയിട്ട് വളർത്തണമെങ്കിൽ അത്രയും കെയർ ചെയ്ത് തീറ്റയും കാര്യങ്ങളൊക്കെ അത്രയും ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ വളർത്തണം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫുൾ ടൈം ഈ എഡിറ്റിങ്ങും ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും ക്യാമറയുടെ മുന്നിൽ തന്നെ മാത്രം നിന്ന് കളിക്കണേ. കണ്ണ് ആയാലും എല്ലാത്തിനും ഭയങ്കര സ്ട്രെസ്സ് കൂടും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇവരുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, വേറൊരു ചേഞ്ചാണത്. അത്രയേ ഉള്ളൂ. ആദ്യം എല്ലാവർക്കും തീറ്റയൊക്കെ കൊടുക്കട്ടെ, അതിൻ്റെ വരാം. ഇതാണ് നമ്മുടെ പൊരുന്തിക്ക് നമ്മൾ 99 നമ്പർ റിങ് ഇട്ട് കൊടുക്കാൻ പോവാം. ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ല, മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പൊരുന്തിരിക്കുന്ന കോഴികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന കോഴികൾക്ക് നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതേപോലത്തെ റിങ്ങുകൾ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതിൻ്റെ വിലയൊക്കെ ഞാൻ മറന്നുപോയി. കുറേ പഴക്കമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഇട്ടിട്ട് പോയിക്കോ. ഇട്ട് കൊടുക്കട്ടെ ഫസ്റ്റ്.
ഇതൊന്നുമില്ല, വെറുതെ കാലിൻ്റെ ഇതിങ്ങനെ അകത്താൻ പറ്റും. കാലുംപോട്ട് ഇടുക, ഒന്നില്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് കയറ്റുക, അല്ലെങ്കിൽ ടിക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചാലും മതി. അപ്പോൾ കാലുമ റിങ്ങായി, ഇത് ഊരി പോവില്ല. കാണാൻ പറ്റണമെന്ന് വിചാരിക്കും. പോയിക്കോ. അപ്പോൾ ഈ റിങ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് കോഴികളെ തിരിച്ചറിയാനും അങ്ങനെ എല്ലാത്തിനും നമ്പർ ഉണ്ട് കണ്ടത്, 057 7078. പക്ഷേ ഇത് ഈ നമ്പറുകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആകെ ഇവരവിടെ ഇട്ട് ഉരച്ച് ഇതിൻ്റെ കളർ പോകുമ്പോൾ നമ്പർ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഏകദേശം ഐഡിയ കിട്ടും, എന്നാലും ചിലപ്പോൾ മാഞ്ഞു പോകും. നമ്പറിലൊന്നും കാര്യമില്ല, പക്ഷേ ഇത് ആ കളറിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആണ് ഏറ്റവും വലിയൊരു ഗുണം ഇങ്ങനത്തെ റിങ്ങിൻ്റെ. ഇപ്പോൾ പൊരുന്തണ കോഴി ഏതാ പൊരുന്താത്ത കോഴി ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരു മാർഗം, അത്രേ ഉള്ളൂ. നമ്മുടെ പുള്ളിക്കട ഇവിടെ ഉള്ളിൽ ഞാൻ ഗോതമ്പ് നുറുക്കുണ്ട വെച്ച് കൊടുക്കണേ. ഇപ്പോൾ ഗോതമ്പ് നുറുക്ക് മേടിച്ചതിന് ശേഷം ഉള്ളിലെ ഗോതമ്പ് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറും പൊടിയാണ്, പകുതി ഇവർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ ചിക്കൻ മാന്തി തിന്നോളും. കുറച്ച് ഗോതമ്പ് നുറുക്ക് ഞാൻ അവിടെ ഇട്ട് കൊടുക്കും ഇവർക്ക് ചിക്കൻ മാന്തി തിന്നാനായിട്ട്. ഉണ്ടാവും വാർത്തകളുടെ കാലടിയിൽ മുട്ടില്ല കേട്ടോ, അത് അവരഭിനയിച്ചതെന്ന്. ഇത്ര ആളുണ്ട്, ആഴത്തിൽ ഒരു കാലത്ത് മുട്ടില്ല. മുമ്പ് ഞാനിങ്ങനെ ടാങ്ക് ഇട്ടാക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ തീർത്ത അവളെയൊക്കെ വന്ന് കിടക്കണ്ടോ. മതി, ബാക്കിയുള്ളത് വരാൻ പോകുമ്പോളേ അടിയിൽ ഈ പാത്രം കിടന്ന് ഉരയും. പക്ഷെ നമ്മുടെ ഷീറ്റും അപ്പോൾ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇനി ഫ്രഷ് വെള്ളം അടിച്ച് ഇറക്കാം. അപ്പോൾ നമ്മുടെ തെങ്ങിനൊരു വളവുമായി. ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ അല്ല, ആ ടാങ്ക് ഉണ്ടാക്കിയപ്പോൾ ആ ഭംഗിയൊന്നും കാണില്ല. അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ അത്രയും ക്ലീനാക്കി കോരി കളയണം. അതിനിപ്പോൾ പോസിബിൾ അല്ലല്ലോ. തൽക്കാലം ഒരു ഉളുമ്പുമണം കുറയ്ക്കുക, തെങ്ങിനൊരു വളമായി, അവർക്ക് ഫ്രഷ് വെള്ളം കിട്ടും. 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ചെയ്താൽ നല്ലത്. ഇതിപ്പോൾ തുടക്കത്തെ ഒരാവേശത്തിന് ചെയ്യുന്നതാ, 2 ദിവസം കഴിയുമ്പോൾ മാറ്റലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ കിടക്കും കുറച്ച് ദിവസം. വെള്ളം അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറമ്പ് അവിടെ സ്പ്രിങ്ക്ലർ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും നമ്മുടെ വീടിൻ്റെ ഇവിടെയും നന കിടക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കിപ്പോൾ ടാങ്കിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര ധൈര്യമായി. ഞാനൊന്ന് മാറാൻ നോക്കിക്കായിരുന്നു. നമ്മുടെ ഈ അലക്സ സിസ്റ്റം വന്നതോടുകൂടി ഭയങ്കര സുഖമുണ്ടോ, നമുക്ക് മോട്ടർ ഓണാക്കാനും ഓഫാക്കാനും എല്ലാത്തിനും. അപ്പോൾ നമ്മുടെ പൂള് ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി നിറഞ്ഞോട്ടെ. മതി 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 വെറുതെ ഇവിടെ ഞെക്കി കൊടുക്കാം. കഴിഞ്ഞു, മോട്ടർ ഓഫ്. അപ്പോൾ മുട്ടകൾ നമ്മളത് കവറിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതും കൊണ്ട് പോട്ടെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ മുട്ടേനെ കടയിൽ കൊണ്ടുപോയി ട്രേയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ കോഴിമുട്ട 25 എണ്ണം. അപ്പോൾ അങ്ങനെ മുട്ട കടയിലൊക്കെ കൊടുത്ത് പോകുന്നുണ്ടോ. മുട്ടയ്ക്ക് കടയിൽ 7 രൂപയ്ക്കാണ് അവർ എടുക്കണേ. പലവരും പല വിലയ്ക്കാണ് എടുക്കണേ. ചില കടയിൽ 6.50 എടുക്കും, ചില കടയിൽ 7 രൂപയ്ക്ക് എടുക്കും. പിന്നെ ഇന്നാസം ഒരു ചേട്ടന് 8 രൂപയ്ക്ക്. അതായത് അവർ കൊടുക്കണ രീതി വ്യത്യാസമാണ്. ചില കടയിൽ നാടൻ മുട്ടയ്ക്ക് 10 രൂപയ്ക്ക് കൊടുക്കണേ, ചിലവർ 8 രൂപയ്ക്ക് കൊടുക്കണേ. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് അപ്പോൾ നമ്മളങ്ങനെ അന്വേഷിച്ച് കൊണ്ട് നടന്നാൽ നമുക്ക് നല്ല വില കിട്ടും. മുട്ട കൊടുത്തു, മാങ്ങയും മേടിച്ച് പോകുന്നു. മാങ്ങ മേടിച്ച മീൻസ് മാങ്ങ അതിന് വേണ്ടി മേടിച്ചു. അച്ചാറിടാൻ വെച്ച് മേടിച്ചാ. ഞങ്ങളുടെ മാമ ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടില്ല, മാങ്ങ ഉണ്ടാവണുള്ളൂ. 25 തൊട്ട് കൊടുത്തു. പിന്നെ ചായ കുടിക്കട്ടെ. ഇല്ല, നാളെ കൊണ്ടുവരാം. രാവിലെയാണ് ഇത് പോയത്. ഞാൻ പറഞ്ഞില്ലേ ഒരു 7 മണി 6:45 ആയി പോയിട്ട് ഞാൻ പോയതാണ് മറ്റേ പിലിച്ചേച്ചിട്ട് ആടിൻ്റെ വീഡിയോ എടുക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ കറങ്ങി വന്നതാണ്. ഈ വീടിൻ്റെ മുന്നിലിരിക്കുന്ന ഈ ചെടിയുമേ ചൊറിയാകുമ്പോൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കളയാൻ എന്തെങ്കിലും മാർഗണി ആയാലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. കാരണം ഭയങ്കര ചൊറിച്ചിലുണ്ടാകണ ഒരു ഭയങ്കര വൃത്തിയായിട്ട ഒരു ചൊറിയാമ്പുഴാണത്. സാധാരണ ചൊറിയാമ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഒരു കടിക്കുമ്പോൾ ഒരു മയമുണ്ട്. ഇത് മേത്തക്കോട്ട കഴിഞ്ഞാൽ എന്തോ പോലെയാണ്. പിന്നെ രാവിലത്തെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇതിലൂടെ. ഉപ്പുമാവും ചായയാണ്. ചായ ഓൾറെഡി റെഡിയാണ്. ചായ ഊറ്റണം. കുറേ ദിവസം ഉപ്പുമാവ് കഴിച്ചിട്ട്. നല്ല നാടൻ മുളക് ഉപ്പുമാവിൽ ഉപ്പൊക്കെ ഉണ്ട്. നല്ല എരിവുണ്ടാവും. അങ്ങനെ 2 നല്ല നാടൻ പച്ചമുളക് കിട്ടണം. അതിന് വേണ്ടി കിട്ടേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ട്. മിഴു ഉണ്ടാക്കി തന്നെ നല്ല സൂപ്പർ ഉപ്പുമാവും ചായയും. നല്ല നെയ്യുടെയൊക്കെ ടേസ്റ്റ്. മിടു സോയാ ചങ്ക്സൊക്കെ കറി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഒരു മന്തി കഴിക്കാനായിട്ട് ഒരു മോഹം. അപ്പോൾ നേരെ നമ്മുടെ അമീറാസ് മാളയിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അൽഫാം മന്തി. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇനി മാളയ്ക്ക് പോവാണ്. നല്ല പൊരി വെയിലുണ്ടോ. സമയം 1 മണിയാവാൻ പോകും. ഇപ്പോഴാണ് അൽഫാമിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പം അങ്ങനെ അമീറാസ് ഫുഡ് കോർട്ടിൽ വന്നത് മന്തി മേടിച്ച് പോവാണ് വേറെ വീട്ടിലേക്ക്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ സൂപ്പർ വെയിലായിരുന്നു കേട്ടോ. എന്തിട്ടായാലും പോയി തിരിച്ച് വീട്ടിലെത്തി. എന്താ അമീറാസിലെ മന്തി, അൽഫാം മന്തി. അപ്പോൾ നമ്മുടെ മന്തിയുടെ കൂടെ വരുന്നത് ഒരു കോഴി, ഫുള്ള് കോഴി. പിന്നെ ഇത്ര റൈസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ സാലഡ് 2 ഉണ്ടാവും. 2 മയോണൈസ്, 2 ചമ്മന്തി. ഇത്രയാണ് നമ്മുടെ മന്തിയുടെ കൂടെയുള്ളത്. അപ്പോൾ ചോറിട്ടു. ചിക്കൻ്റെ ലെഗ് പീസ് നമുക്ക് നിർബന്ധം. സാലഡ് ഇച്ചിരി മതി എനിക്ക് പറത്തണ്ട. ചമ്മന്തി ഇത് കഴിഞ്ഞിട്ട് എടുത്തോണ്ട് ഇവിടെ സൈഡിൽ വെച്ചാൽ ഇവിടെ മതി. ഞാൻ എടുത്തോണ്ട്. എനിക്ക് നമ്മുടെ മയോണൈസിനേക്കാൾ ഇഷ്ടം ചമ്മന്തി ഉണ്ടോ. ചമ്മന്തി കൂട്ടി തിന്നാനാണ് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ്. സൂപ്പർ. ഞാനോ കൊടുത്തിട്ടുണ്ടായി നമ്മുടെ സുബീഷേട്ടൻ്റെ അനുഗ്രഹം വർക്ക്ഷോപ്പിൽ പോയിണ്ടായിരുന്നു ഈ ഭക്ഷണം മേടിക്കാൻ പോയതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു പോകുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. പിന്നെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കരകര ശബ്ദം കേൾക്കുന്നത് എൻ്റെ പോക്കറ്റിൽ മൈക്ക് ഇട്ടിട്ടുണ്ടായി, ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ കൂടെ വരാം. ബൈ. വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.